പുനലൂർ ഗവൺമെന്റ് ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ UP സ്കൂൾ വിഭാഗത്തിലെ പ്രവേശനോത്സവം നടത്തി. ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ചാണ് പുത്തൻ കൂട്ടുകാർക്കായി പ്രവേശനോത്സവ ചടങ്ങ് നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം B. സരോജാദേവി പ്രവേശനോത്സവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTയുടെ ഏറ്റവും വലിയൊരു സഹകരണം രക്ഷകർത്താക്കൾ, SMCയുടെ ഒക്കെ സഹകരണം. രക്ഷകർത്താക്കളെ വിളിക്കുക, കുട്ടികളുടെ പഠന കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക, അവരുടെ വിഷയങ്ങളെല്ലാം തന്നെ അധികാരികളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വരും കാലങ്ങളിലും ഈ സ്കൂളിലേക്ക് ഇന്ന് കുറേയധികം കുട്ടികളെ പുതുതായി വന്നിട്ടുണ്ട്. പുതിയ അന്തരീക്ഷമാണ്. PTA പ്രസിഡന്റ് K. മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു. ഇടമുളയ്ക്കൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ രാജീവ് കോശി, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VS റാണ, വാർഡ് മെമ്പർമാരായ രാധാ രാജേന്ദ്രൻ, ജ്യോതി വിശ്വനാഥ്, പ്രിൻസിപ്പൽ G. അമ്പിളി, പ്രഥമ അധ്യാപിക ദീപ TS, AM റാഫി, B. മുരളി, MS നാസർ, രതീഷ് ബാലൻ, K. സന്തോഷ് കുമാർ, രജിത സുഭാഷ്, ശശികുമാർ, സുന്ദരൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. UP വിഭാഗത്തിലേക്ക് ലഭിച്ചിരുന്നത് ഈ വർഷം വളരെ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായി നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ വിശ്വാസത്തിലെടുത്തതിൻ്റെ ഭാഗമായി നമുക്ക് 15 കുട്ടികളുടെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇത് മുന്നോട്ടുള്ള പോക്കിന് നമ്മുടെ അധ്യാപകർക്കും അതുപോലെ തന്നെ ഈ പ്രയത്നത്തിന് വേണ്ടി മുൻകൈ എടുത്ത നമ്മുടെ PTA SMC അംഗങ്ങൾക്കും വളരെ പ്രചോദനം നൽകിയിട്ടുണ്ട് എന്നുള്ള സന്തോഷം ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. നമ്മൾ മുൻ മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് അക്കാദമികമോ അല്ലെങ്കിൽ അക്കാദമികപരമായ കുറവുകളൊന്നുമല്ല നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് കുട്ടികളുടെ ലഭ്യത കുറവ് വരുത്തിയത് നമ്മുടെ വാഹന സൗകര്യമാണ്. പറയുകയാണെങ്കിൽ കുറേ കാലമായിട്ടുള്ള കാത്തിരിപ്പിന് ശേഷം നമ്മൾ പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസ്സുകൾ ആരംഭിക്കുന്ന വർഷമാണിത്. പ്രവേശനോത്സവം ആയതുകൊണ്ടും നമ്മുടെ ഓഡിറ്റോറിയം ഇവിടെ ആയതുകൊണ്ടുമാണ് ഇന്ന് അവിടെ ക്ലാസ്സുകൾ ക്രമീകരിക്കാത്തത്. ഈ ആഴ്ച തന്നെ പുതിയ ബിൽഡിങ്ങിലേക്കായിരിക്കും നമ്മുടെ ഹൈസ്കൂൾ വിഭാഗം പ്രവർത്തിക്കുക. ഏറ്റവും ഭംഗിയുള്ള ഹൈടെക്കായിട്ടുള്ള നമ്മുടെ ക്ലാസ് മുറികൾ, ഭൗതിക സാഹചര്യങ്ങളെല്ലാം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിലാണ് ഞാനിവിടെ ചുമതലയേൽക്കുന്നത്. അപ്പൊ അന്ന് മുതൽ നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങുകളിൽ PTയുടെയും നമ്മുടെ ജനപ്രതിനിധികളുടെയും ശക്തമായ സാന്നിധ്യത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട കാര്യം നമ്മളുടെ കുട്ടികളുടെ കുറവായിരുന്നു. കഴിഞ്ഞ വർഷം ഇവിടെ 8ാം ക്ലാസ്സിൽ 13 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. 8, 9, 10 ക്ലാസ്സുകളിലായി 71 കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ 27 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതിയത്. ഇപ്പോൾ നിലവിൽ 8ാം ക്ലാസ്സിൽ 25 കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. 27 കുട്ടികൾ പോയപ്പോൾ പകരം 9ാം ക്ലാസ്സിൽ ഒരു കുട്ടിയും ചേർന്ന് 26. ഒരു കുട്ടിയുടെ കുറവാണ് നമ്മുടെ സ്ട്രെങ്തില് കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് ഈ വർഷത്തേതിൽ ഉണ്ടായിട്ടുള്ളത്. ആ സ്ട്രെങ്ത് അതുപോലെ നിലനിർത്താൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ വലിയ വലിയ സ്കൂളുകളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് നമുക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുക. 450, 460 കുട്ടികളുള്ള സ്കൂളുകളെല്ലാം കുട്ടികളുടെ എണ്ണത്തിൽ കുറവാണ് ഈ വർഷം വന്നിട്ടുള്ളത്. അപ്പോ ഈ ചെറിയ സ്കൂളില് എത്ര കുട്ടികളാണോ 10ാം ക്ലാസ് പാസ്സായി ഇറങ്ങി അത്രയും പുതിയ കുട്ടികളെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ SMC, PTA, ജനപ്രതിനിധികൾ ഇവരുടെ എല്ലാവരുടെയും ശക്തമായ ഇടപെടലിന്റെയും നമ്മുടെ ഇവിടെയുള്ള ഈ കുഞ്ഞുമക്കൾ നന്നായി പരിശ്രമിക്കണം. വിദ്യാഭ്യാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നമ്മൾ എത്രത്തോളം ധനം സമ്പാദിക്കുന്നു എന്നുള്ളതല്ല, എത്രത്തോളം വിദ്യാഭ്യാസം ചെയ്യുന്നു എന്നുള്ളതാണ്. അറിവ് നേടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിവ് കൂടി നേടുക. വെറുതെ വിദ്യാഭ്യാസം ചെയ്തിട്ട് കാര്യമില്ല. സമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്നും നമുക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്നും എല്ലാം നമ്മൾ അറിയുവാനുള്ള ഒരു ആകാംക്ഷ കൂടെ ഉണ്ടാകണം. ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന നമ്മുടെ അധ്യാപകരെന്ന് പറയുന്നത് വളരെ വിദ്യാസമ്പന്നരും പരിശീലനം നേടിയവരും ഒക്കെയാണ്. ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ. ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട്. അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ? എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്. കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ
സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. Bima Building Contractors, Anjal, Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of